നോട്ടീസ് ചെയ്തിട്ട് പറഞ്ഞത് ഹസ്ബൻഡാണ്. മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടി ഓയിൽസ് മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ തീവ്രമായിട്ട് അറിഞ്ഞിരിക്കണം. സോ എൻ്റെ ലൈഫിലെ ഒരു വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഒക്കെ കുറവാണെന്നുള്ളത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹെയർ ഫോളിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടാണ് ഈ ഹെയർ ഫോളിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു മുടിയുടെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി റഫ് ആൻഡ് ഫ്രിസി ടൈപ്പ് ഹെയർ ആണ്. പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മുടിക്ക് ഭയങ്കര കൊഴിച്ചിലുള്ള ഒരു മുടിയാണെന്നോ അങ്ങനെ ഒന്നും തോന്നിക്കുന്ന ടൈപ്പല്ല. ഇവൻ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജ് ടൈമിലൊക്കെ വന്നിട്ടും എനിക്ക് അങ്ങനെ ഹെയർ ഫോളിൻ്റെ ഒരു ഇഷ്യൂവേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈവൻ എൻ്റെ പ്രഗ്നൻസി ടൈമിലായിരുന്നെങ്കിലും ആഫ്റ്റർ ഡെലിവറി ആണെങ്കിലും എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു 2-3 months ആയിട്ട് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ പറയുക ഒരു സിവിയർ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് എൻ്റെ ഹെയർ ഫോൾ എന്ന് പറയുന്നത്. ആദ്യമൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ ഞാൻ എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള കെയറും കൊടുക്കുന്നൊരു വ്യക്തിയല്ലായിരുന്നു. ഓയിലിംഗ് ഒക്കെ തന്നെയാണെങ്കിലും വല്ലപ്പോഴും ചെയ്യും, തോന്നിയാൽ ചെയ്യും, ഓയിൽ കണ്ടാൽ ചെയ്യും, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അതുപോലെ ഹെയർ പാക്സ് വല്ലപ്പോഴും വീട്ടിലങ്ങനെ ടൈം കിട്ടുമ്പോൾ വല്ലപ്പോഴും 6 മാസത്തിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു ഇതായിരുന്നു. വെച്ചാൽ ഞാൻ പൊതുവേ എൻ്റെ മുടി അങ്ങനെ കെയർ ചെയ്യുന്ന കൂട്ടത്തിലേ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 2-3 months കൊണ്ടിട്ട് എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട്. എൻ്റെ അത് ആദ്യം നോട്ടീസ് ചെയ്തിട്ട് പറഞ്ഞത് ഹസ്ബൻഡാണ്. കാര്യം ഞാൻ ഈ ഇരിക്കുന്ന കസേരയിലാണെങ്കിലും ഇങ്ങനെ എണീറ്റ് നടക്കുന്ന വഴിയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ മുടി ചീവിയിട്ട് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാലൊക്കെ കൊട്ടക്കണക്കിന് മുടി ഈ പറയുന്ന സ്ഥലത്തു നിന്നൊക്കെ കിട്ടുമായിരുന്നു. അങ്ങനെയാണ് പുള്ളി എന്നോട് പറയുന്നത് മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ച് നോക്കണേന്ന്. ആദ്യമൊക്കെ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ പിന്നെ നമ്മുടെ മൈൻഡിൽ അത് നിൽക്കുവാണല്ലോ. പിന്നെ ഇങ്ങനെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇത്രമാത്രം ഹെയർ ഫോൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തൊട്ട് എനിക്ക് ചെറിയ ടെൻഷനായി തുടങ്ങി. എന്തുകൊണ്ടിട്ടായിരിക്കും ഇത്രയും ഹെയർ ലോസ് വരുന്നത്, അങ്ങനെയൊക്കെ ആലോചിക്കാൻ തുടങ്ങി. എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാനിപ്പം ഈവൻ ഓയിലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻറ്റേർണലി മെഡിസിൻസ് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതാണെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യുന്നതെന്നൊക്കെ വെച്ച് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ലൈക്ക് 2 ദിവസം ചെയ്യും, 3-ാം ദിവസം ചെയ്യത്തില്ല, അങ്ങനത്തെ ഒരു ഇതാട്ടോ. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണലിയും ഇൻറ്റേർണലിയും ഒരുപോലെ തന്നെ കെയർ കൊടുത്താൽ മാത്രമേ നമുക്കിതൊന്ന് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഞാൻ ഒരു ഹെൽത്തി ഹെയർ കെയർ സീരീസ് നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 7 days ചലഞ്ച് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു മടിയുടെ ഇത് കാരണം ഞാനൊരു 21 days എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അത്രയും ഫോളോ ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ചെറിയ നമ്പറിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ ഫോളോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കരുതിയിട്ട് ഞാനിപ്പോൾ അങ്ങനെ 4 days വരെയുള്ള എൻ്റെ ഹെയർ കെയർ സീരീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയോ. ചിലപ്പോൾ മേ ബി നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയാലോ, മേ ബി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഹെയർ ഇങ്ങനെ ഒരുപാട് കൊഴിയാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ സെൽഫായിട്ട് നോക്കി തുടങ്ങി. ലൈക്ക് ഇങ്ങനെ കൊഴിയുന്നുണ്ട്, അപ്പോൾ ഇനി എന്തൊക്കെ വേണമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. ആക്ച്വലി ഈ ഹെയർ ഫോൾ എന്തുകൊണ്ടാണ് ഉണ്ടായെന്നുള്ള നമുക്കൊരു ഐഡിയ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഒക്കെ കുറവാണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞാൻ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിന് സപ്ലിമെന്റ്സ് മാത്രം കൊണ്ടിട്ട് കാര്യമില്ലല്ലോ, ഡയറ്റും ഒരു ഹെയർ ഫോൾ എങ്ങനെ റിവേഴ്സ് ചെയ്യാം എന്നുള്ള ടൈപ്പ് ഓഫ് ഒരു ഡയറ്റിലോട്ടും ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ ഹെയർ ഫോൾ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമുള്ള ഇഷ്യൂ അല്ല, മിക്ക ആൾക്കാരും ഒരു 99% ഓഫ് ആൾക്കാർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. മെജോറിറ്റി ആൾക്കാർ സഫർ ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഹെയർ ഫോൾ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളെ ഹെയർ ഫോൾ വരുമ്പോഴത്തേക്കും ഇപ്പം ക്ലിനിക്കിലാണെങ്കിലും പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ എനിക്ക് നല്ലപോലെ മുടി കൊഴിച്ചിലുണ്ട്, അപ്പോൾ മുടി കൊഴിച്ചിൽ കുറയാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഓയിൽസ് സജസ്റ്റ് ചെയ്ത് തരാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ആക്ച്വലി മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടി ഓയിൽസ് മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അത് മിക്ക ആൾക്കാർക്കും ഇതേവരെ ആ ഒരു കാര്യം മനസ്സിലായിട്ടില്ല. ഓയിൽസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഹെയർ ഗ്രോത്തിൽ. പക്ഷേ അതുപോലെ നമ്മുടെ ഹെൽത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഈ ഹെയർ ഫോൾ ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ വളരെ തീവ്രമായിട്ട് അറിഞ്ഞിരിക്കണം. സോ അതില്ലാണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പോയ മുടി അല്ലെങ്കിൽ എന്താ പറയുക ഈ ഹെയർ ഫോളിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല.
ശരിക്കും പറഞ്ഞാൽ ഈ ഹെയർ ഫോൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ശരിക്കും നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിംറ്റം ആണ്. അതായത് നമ്മുടെ ഹെൽത്തിന് എന്തോ ഇഷ്യൂ ഉണ്ട് എന്നൊരു സിംറ്റം ആണ്. ആ ഒരു സിംറ്റത്തിൻ്റെ ഇതിലാണ് നമുക്ക് എന്താണ് ഈ ഹെയർ ഫോൾ ശരിക്കും ഉണ്ടാവുന്നത്. സോ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഇതിനെ പറ്റിയിട്ട് ക്ലിയർ ആവാനായിട്ടുണ്ട്. അറിയാത്തവർ കാണും, ചിലപ്പോൾ അറിയുന്നവർ കാണും. എനിവേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഹെയർ ഫോളിൻ്റെ ഈ ഒരു ടോപ്പിക്ക് വന്നിട്ട് ഞാൻ ഒരു 4 തിരിക്കുകയാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും, ആൻഡ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈപ്സ് ഹെയർ ഫോൾസ് ഉണ്ട് എന്നുള്ളത്, ആൻഡ് മൂന്നാമത്തെ വന്നിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ എക്സസീവ് ആയിട്ടുള്ള തരത്തിലുള്ള ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ളത്, ആൻഡ് അഞ്ചാമത്തെ കാര്യം എന്തൊക്കെ ഫുഡാണ് നമ്മുടെ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ടതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് എന്തൊക്കെ കാരണങ്ങളാണ്. മുടി കൊഴിച്ചിലുണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ലൈക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ PCODയോ അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസിൽ വന്നിട്ട് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇമോഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷന് ഹെയർ ഫോൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എനിക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഉള്ളവർക്കാണെങ്കിലും ഇതുപോലെ ഹെയർ ഫോൾ ഉണ്ടാവും. അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ബ്ലഡ് തിന്നിങ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തത് ആൻറ്റി ഡിപ്രസൻസ് ഒക്കെ പോലുള്ളതൊക്കെ കഴിക്കുന്നവരിലും ഈ ഹെയർ ഫോൾ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ഈ പ്രഗ്നൻസി പീരീഡിൽ ചിലർക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ ബോഡിയിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഹെയർ ഫോൾ ആഫ്റ്റർ ചൈൽഡ് ബർത്ത് കഴിഞ്ഞിട്ട് ഹെയർ ഫോൾ കണ്ടുവരുന്നവരുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടിട്ടായിരിക്കും ഓരോ വ്യക്തിയിലും ഹെയർ ഫോൾ ഉണ്ടാവുന്നത്. സോ നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ടൈപ്സ് എന്നാണ്. അപ്പോൾ എന്തൊക്കെ ടൈപ്സ് ആണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ആൻഡ്രോജനിക് അലോപേഷ്യ ആണ് കേട്ടോ. ഇതിൽ മെയിൽ പാറ്റേൺ ഫീമെയിൽ പാറ്റേൺ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ആയിരിക്കും നമ്മുടെ ഹെയർ ലോസും ഉണ്ടാവുന്നത് കേട്ടോ. അടുത്തത് ടീലോജൻ എഫ്ലൂവിയം എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അത് ടെമ്പററി ആയിട്ടൊരു ഷെഡിങ് ആയിരിക്കും നമുക്ക് കാണുന്നത്. മെയിനായിട്ട് നമുക്ക് സ്ട്രെസ്സോ ഇൽനെസ് എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ കോസസ് പറഞ്ഞില്ലേ അതേപോലത്തെ കാരണങ്ങൾ കൊണ്ടിട്ട് സാധാരണ രീതിയിൽ വരുന്നതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്, എന്താണ് നമ്മുടെ കാരണം എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അടുത്ത വരുന്ന അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. നമുക്ക് ഇതിൽ മുടി കൊഴിച്ചിൽ വരുന്നതെന്ന് വെച്ചാൽ റൗണ്ട് ഷേപ്പിന് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിനായിരിക്കും മുടി കൊഴിച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആ മുടി കൊഴിഞ്ഞു പോകുന്ന ഭാഗം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു സോഫ്റ്റ് ആയിട്ടും അതുപോലെ ഒരു ഷൈനിങ് ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അടുത്തത് ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈറ്റായിട്ട് ഹെയർ കെട്ടി വെക്കുന്നതൊക്കെ കൊണ്ടിട്ടുണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെയർ ഫോൾ ആണ്. ആൻഡ് അടുത്തത് പറഞ്ഞത് അനാജൻ എഫ്ലൂവിയം എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ കീമോതെറാപ്പിയോ റേഡിയേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. അടുത്തത് പറയുമ്പോഴത്തേക്കും സീക്യാട്രിക്കൽ അലോപേഷ്യയാണ്. പെർമനൻ്റ് ആയിട്ടൊരു ഹെയർ ലോസ്, ഇപ്പോൾ എന്തെങ്കിലും ലംസോ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസിൻ്റെ ഒക്കെ കാരണത്താൽ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെയർ ലോസ് ആണ് ഇതെന്ന് പറയുന്നത്. അടുത്ത കണ്ടീഷനാണ് ട്രിക്കോട്ടിലോമാനിയ. ഇതൊരു ഹെയർ പുള്ളിങ് ഡിസോർഡർ ആണ്. സൈക്കോളജിക്കൽ സ്ട്രെസ്സൊക്കെ കൊണ്ടുണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസോർഡറാണ്. അപ്പോൾ അങ്ങനത്തെ കേസസിലും നമുക്കിങ്ങനെ ഹെയർ ഫോൾ കാണാവുന്നതാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് കൊണ്ടുണ്ടാവുന്നതാണ്. അയണോ പ്രോട്ടീനോ അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള നമുക്ക് വേണ്ട വൈറ്റമിൻസ് ഒക്കെ കുറവാണെങ്കിലും ഇതുപോലെ എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഫോൾ കാണാവുന്നതാണ് കേട്ടോ. സോ അപ്പം നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെയർ ഫോളിന് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യാമെന്ന്. കോമൺലി നമ്മൾ ചെയ്യുന്നത് തൈറോയ്ഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ വൈറ്റമിൻ B12, വൈറ്റമിൻ D, അതുപോലെ നമ്മൾ HB നോക്കാറുണ്ട്. പിന്നെ ഓരോ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ടെസ്റ്റുകൾ ഏതൊക്കെ ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യണം. അത് നമ്മൾ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിയുമ്പോൾ അവരോട് സംസാരിച്ച് കഴിയുമ്പോഴാണ് എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം ഹെയർ ഫോൾ ഉള്ളവർ തീർച്ചയായിട്ടും ഇത് എനിക്ക് മുടി കൊഴിച്ചിലാണ് അതുകൊണ്ട് എക്സ്റ്റേണലി ഓയിൽ മാത്രം അപ്ലൈ ചെയ്താൽ ഈ ഹെയർ ലോസിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് മാത്രം ചെയ്തിരിക്കാണ്ട് ഓഫ് കോഴ്സ് നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു സിംറ്റമാണ്. നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് സീരിയസ് ആയിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു ഡോക്ടറിനെ അത്യാവശ്യമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സോ നമ്മുടെ നാലാമത്തെ പോയിന്റ് വന്നിട്ട് നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഫുഡാണ് കഴിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയായിരിക്കും എഗ്ഗ്, ചിക്കൻ, ഫിഷ്, പനീർ, കേർഡ്, മിൽക്ക് ഇതൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. അടുത്തത് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമ്മുടെ സ്പിനാച്ച്, മുരിങ്ങ ലീഫ്, അതുപോലെ ബീട്രൂട്ട്, കറി ലീഫ്, ഡേറ്റ്സ്, റെഡ് മീറ്റ് ഒക്കേഷനിലി ഒക്കെ കഴിക്കാം. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫ്യൂച്ചർ റെഫറൻസിനായിട്ടൊക്കെ യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത് പറയുന്നത് വെച്ചാൽ ഹെൽത്തി ഫാറ്റും അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് വരുന്ന ഫുഡ് ഐറ്റംസുകളാണ്. വാൾനട്ട്, ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, അവകാഡോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത സിങ്ക് ആൻഡ് സെലീനിയം റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അതിൽ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, കാഷ്യൂ, ആൽമണ്ട്, മഷ്റൂം, ഗാർലിക് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബയോട്ടിനും ബി വൈറ്റമിൻസും ഉള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് കഴിക്കാവുന്നതാണ്. സ്വീറ്റ് പൊട്ടാറ്റോ, ഓട്സ്, ബനാന, നട്ട്സ്, സീഡ്സ്, അതുകൊണ്ട് എഗ് യോക്ക്, ഹോൾ ഗ്രെയിൻസ് ഇങ്ങനത്തെയൊക്കെ കഴിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ ആൻറ്റി ഓക്സിഡൻറ്റ് അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ അംല, സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച്, ലെമൺ, ഗുവ, കിവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, പിന്നെ ടൊമാറ്റോ, ബെൽ പെപ്പേഴ്സ്, പപ്പായ ഇതൊക്കെ നമുക്ക് കൺസ്യൂം ചെയ്യാം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ്. അത് വന്നിട്ട് നമ്മുടെ വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യും. അതൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പറ്റിയൊക്കെ ചെയ്യാം. മിക്ക ആൾക്കാരും വെയിൽ കൊള്ളാറില്ല ഇപ്പോൾ. അപ്പോൾ വെയിൽ ഒരു മോർണിംഗ് വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് കഴിക്കാനുള്ളത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് വന്നിട്ട് ഹൈഡ്രേഷനും അതുപോലെ തന്നെ ഡീടോക്സിഫയേഴ്സും ഒക്കെ യൂസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഡെയിലി ഒരു 2.5-3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഹെർബൽ ടീസ് നമുക്ക് കഴിക്കാം. ഹിബിസ്കസ്, തുളസി അല്ലെങ്കിൽ കറി ലീഫ് ഒക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിൽ വരുന്നതാണ് നമ്മുടെ ഫ്രൈഡ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസുകൾ, പിന്നെ എക്സസീവ് ആയിട്ട് കോഫി, ടീ ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുക. പിന്നെ ആൽക്കഹോൾ, സ്മോക്കിംഗ് കണക്കുള്ളതൊക്കെ ക്വിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഈ ഒരു ചെറിയ ഇൻഫോർമേഷൻ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഉണ്ടായിരുന്നത്. സോ അടുത്ത ദിവസം ഹെയർ റിലേറ്റഡ് ആണെങ്കിലും സ്കിൻ റിലേറ്റഡ് ആണെങ്കിലും ഒക്കെ ഉള്ള ഡീറ്റെയിൽ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. അതുവരെ ബൈ.